എത്ര ദിവസത്തെ യാത്ര? 4 ദിവസത്തെ. അയ്യോ, അത്രയും ദിവസമൊന്നും എനിക്ക് വണ്ടി ഇരിക്കാൻ പറ്റത്തില്ല. കാലിലൊക്കെ ഭയങ്കര നീരാണ്. എന്തായാലും മക്കളോടൊക്കെ ഒന്ന് ചോദിക്കട്ടെ. ദേവൻ ഇവിടെ ഉണ്ട്. ഗൾഫിൽ അവൻ്റെ കമ്പനിയിൽ എന്തോ പ്രശ്നം. 3 മാസമായി വന്നിട്ട്. പിന്നെ വേറെ നോക്കണുണ്ട്. ശരി, എന്നാ ഞാൻ പിന്നെ വിളിക്കാം. അമ്മ എന്താ ഗുളിക കഴിക്കാത്ത? മറന്നു ഞാൻ. ദേവൻ വിളിച്ച മക്കളെ? ഇപ്പൊ വിളിച്ചായിരുന്നു. അവിടെ നിന്ന് ഇറങ്ങിയെന്ന്. ഭഗവാനെ, ഇതെങ്കിലും ജോലി കിട്ടിയാൽ മതി. സാധ്യത കുറവാന്നാ ഏട്ടൻ പറയുന്നേ. അവിടുത്തെ ചെറുപ്പക്കാരെയൊക്കെ മതിയെന്ന്. ഇപ്പം ആരാ വാഷിംഗ് മെഷീൻ ഉപയോഗിച്ചേ? ഞാനാ. എൻ്റെ ഉപയോഗം കഴിഞ്ഞ് അത് ഓഫ് ചെയ്തിടണമെന്ന് അറിയാവോ? അവിടെ ആകെ സോപ്പും പതയായിട്ട് വൃത്തികേടായിട്ട് കിടപ്പുണ്ട്. അതെ, അവൾ എനിക്ക് ഗുളികയും കൊണ്ട് വന്നതാ. വാഷിംഗ് മെഷീനിൽ സോപ്പും പതയും വീണെന്ന് വെച്ചാൽ അത് ചീത്തയാവാനൊന്നും പോകുന്നില്ല. അമ്മയ്ക്കത് പറയാം. അത് എൻ്റെ വീട്ടുകാർ എനിക്ക് തന്നതാണ്. എൻ്റെ സാധനങ്ങൾ വൃത്തിയിടാവുന്നതിൽ എനിക്ക് കുറച്ച് കുഴപ്പമുണ്ട്. അല്ലെങ്കിൽ തന്നെ വാഷിംഗ് മെഷീനൊക്കെ ഇപ്പോഴല്ലേ, നേരത്തെ കല്ലല്ലേ അലക്കിക്കൊണ്ടിരുന്നത്. നീ അവളെ ഉദ്ദേശിച്ചാണ് ഈ പറഞ്ഞതെങ്കിൽ അവൾ കൊണ്ടിട്ട് അലക്കണ എൻ്റെ തുണിയാണ്. അവളെ തുണി മൊത്തം അലക്കിയല്ലി വെച്ച് തന്നെയാണ് അവൾ അലക്കണത്. അല്ലെങ്കിലും ചേട്ടത്തി പറയുമ്പോൾ അമ്മയ്ക്ക് വിഷമാവുമല്ലോ. വിഷമമല്ല, ഇപ്പോഴത്തെ അവസ്ഥ നിനക്കറിയാമല്ലോ അവർക്കുള്ളത്. ജോലിയില്ലാതെ അവരാകെ വിഷമത്തിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ അവർക്ക് കൂടുതൽ വിഷമമാവൂലേ? ഇതൊക്കെ ജോലി ഉള്ളപ്പോൾ ആലോചിക്കണമായിരുന്നു. ആ സമയത്ത് കിട്ടിയ പൈസ മുഴുവൻ ആഘോഷിച്ച് കളഞ്ഞിട്ട് ജോലി ഇല്ലാതായപ്പോൾ വട്ട പൂജ്യം. കയ്യിൽ സമ്പാദ്യത്തിലൊരു ഗൾഫുകാരനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അവൻ്റെ സമ്പാദ്യമൊക്കെ എന്ത് ചെയ്തെന്നേ നിന്റെ കെട്ടിയവനോട് പോയി ചോദിക്കും. അവൻ പറഞ്ഞു തരും. ആരെന്ത് പറയണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ ഒന്ന് മിണ്ടാതിരിക്കണം. ഇതൊന്നും അത്ര നല്ല ശീലമല്ല. അവൾ പറയണതെന്നും കേട്ട് മോളെ വിഷമിക്കണ്ട. എന്നും ഇത് തന്നെയല്ലേ അമ്മ പറച്ചില്? കേട്ട് കേട്ട് കാതഴപ്പിച്ചു. അച്ഛൻ കഴിച്ചാ? ആകെ കുഴഞ്ഞ മട്ടാണല്ലോ. അച്ഛൻ തിരിച്ച് ദുബായിലോട്ട് പോകുന്നുണ്ടോ? ഞാൻ ചായ എടുക്കാം. പിന്നെ അമ്മേന്ന് മാനയുടെ കാര്യം ചോദിച്ചായിരുന്നു. ഞാൻ പറഞ്ഞു കൊളുത്തിളവിയുണ്ട്, ഒരു ഉച്ചയ്ക്കാണ്. ഞാൻ എൻ്റെ ഫ്രണ്ടിനൊരു ഫോട്ടോ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഗോൾഡ് കവറിങ് അവിടെ ഒപ്പിച്ചു തരും. അനിയത്തിനി ഇതും കൂടി കണ്ടുപിടിക്കാണ്ടിരുന്നാൽ മതിയായിരുന്നു. എന്നാൽ പിന്നെ കുത്തുവാക്ക് പറയാൻ ഒന്നും കൂടി ആവും. ആകെ ഉണ്ടായിരുന്നൊരു സമ്പാദ്യമായിരുന്നല്ലേ? ഒന്നും സാരമില്ല ഏട്ടാ. ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിതൊക്കെ തിരിച്ചെടുക്കാമല്ലോ. ഗൾഫിലെ ജോലിയൊന്നും ഇനി നടക്കും തോന്നില്ലടി. ആകെ ഉള്ളതൊരു മെക്കാനിക്കിൻ്റെ വേക്കൻസിയാണ്. അതിനാണെങ്കിൽ ശമ്പളവും ഇല്ല. താമസമാണ് ലേബർ ക്യാമ്പിലും. ഒന്നും ഇനി നമുക്ക് വേണ്ട ഏട്ടാ. എത്ര നാൾ ക്യാമ്പിൽ നിന്ന് കഷ്ടപ്പെട്ടതാ. ഇനി കഷ്ടപ്പെടുന്നതിനൊന്നും കുഴപ്പമില്ല. അതിനനുസരിച്ച് ശമ്പളമില്ല. ഓവർ ടൈം ചെയ്താൽ തന്നെ ഒരു കാര്യങ്ങൾ നടക്കൂല. നമ്മളിനി എന്ത് ചെയ്യും? മോൾക്കാണെങ്കിൽ സ്കൂൾ തുറക്കാറായി. ഏട്ടനറിയാലോ സ്കൂൾ തുറക്കുമ്പോൾ ഉണ്ടാകുന്ന ചിലവൊക്കെ. വരുമാനം ഇല്ലാണ്ടായ ഇപ്പം തന്നെ അനിയൻ്റെ ചിലവിലാണ് കഴിയുന്നതെന്നാ അനിയത്തിയുടെ വർത്താനം. ഇനി ഇൻ്റർവ്യൂ എന്നൊരു പ്രഹസനമായിട്ട് വയ്യടി. 40-45 വയസ്സെന്ന് അറിയുമ്പോൾ തന്നെ അങ്ങ് റിജക്റ്റ് ആവുക. ഇവിടെ തന്നെ എന്തെങ്കിലും പരിപാടി നോക്കാം. അച്ഛാ, സ്കൂളില് വാൻ ഡ്രൈവർ വേണമെന്ന് ഗ്രൂപ്പിൽ ഫോട്ടോ ഇട്ടിട്ടുണ്ട്. മോളെ, നീ എന്തിനാ വെളുത്തു പറയുന്നത്? വരുമാനം ഇല്ലാതായി കഴിഞ്ഞാൽ എന്ത് ജോലിക്ക് വേണം നമ്മൾ പോകണം? അതല്ല ഏട്ടാ, മോള് പഠിക്കുന്ന സ്കൂളിൽ തന്നെ ഏട്ടൻ ഡ്രൈവറായി പോവാന്ന് പറഞ്ഞാ. എടി, അവിടെ പഠിപ്പിക്കുന്ന ടീച്ചർമാരെ മക്കളും അവിടെ തന്നെയല്ലേ പഠിക്കുന്നത്. ടീച്ചേഴ്സ് കുട്ടികളെ പഠിപ്പിക്കുന്നു, ഞാൻ കുട്ടികളെ സേഫായിട്ട് കൊണ്ടാക്കുന്നു. അത്രേ ഉള്ളൂ. ഇവിടെ മോളെ നോട്ടെ.
ഡാഡി ഒരു ദിവസം ഇങ്ങോട്ട് വാ. ഇവിടെ ദേവേട്ടൻ തെണ്ടി കുത്തുപാളെടുത്തിരിക്കുക. ഇപ്പോഴാകുമ്പോൾ അവരിവിടെ നിന്ന് ഇറക്കി വിട്ടിട്ട് ഈ വീട് സ്വന്താക്കാൻ പറ്റിയ ഏറ്റവും നല്ല അവസരമാണ്. ഡാഡി ഞാൻ പിന്നെ വിളിക്കാം. ഏട്ടൻ വന്നു. എന്താ താമസിച്ചേ? നിങ്ങളിങ്ങനെ ജോലിയും ചെയ്ത് ടർഫിൽ കയറി ബാഡ്മിൻ്റൺ കളിച്ച് നടന്നോ? ഇവിടെ നടക്കുന്നില്ല നിങ്ങൾ അറിയുന്നുണ്ടോ? എന്താ കാര്യം? ഒന്നുകിൽ വല്ല സ്ഥലം മാറ്റത്തിന് എഴുതി കൊടുക്കണം. ഈ നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിൽ കേട്ടിട്ടെൻ്റെ തൊലി പൊളിഞ്ഞു പോയി. നീ എന്നെ ഭ്രാന്തടിപ്പിക്കാതെ കാര്യം പറ. നിങ്ങളുടെ പുന്നാര ഏട്ടനെ ഓട്ടോ ഓടാൻ പോവാന്ന്. പോരാത്തിന് രാവിലെയും വൈകിട്ട് കൊച്ചിൻ്റെ സ്കൂളിലെ വാൻ ഓടുന്നു. എന്നോട് ആരാ പറഞ്ഞേ? ഞാൻ താഴെ ചെന്നപ്പോൾ അമ്മയും ഏട്ടത്തെയും കൂടെ അടുക്കള വെച്ച് പറയണം ഞാൻ കേട്ടതാ. ഇയാൾക്കിത് എന്തിൻ്റെ കേടാണ്? ഇപ്പം തന്നെ കൂട്ടുകാരൊക്കെ ചോദിച്ചു തുടങ്ങി ഇയാൾ ജോലിയൊക്കെ നിർത്തിയിട്ട് ഇത് എവിടെ പോകുന്നതെന്നുള്ള കാര്യമൊക്കെ. ആ സ്കൂളിലാണെങ്കിൽ എൻ്റെ 2-3 ഫ്രണ്ട്സ് വർക്ക് ചെയ്യുന്നതാണ്. ഞാൻ ഈ അവരെ മൂത്തൊക്കെ എങ്ങനെ നോക്കൂ ഈശ്വരാ? ഞാൻ ഡാഡിയോട് പറഞ്ഞപ്പോൾ ഡാഡി പറയണ കയറി ചെല്ലാനാ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഈ വീടിൻ്റെ മുറ്റത്തെങ്ങാനും ഓട്ടോ വന്ന് കിടന്ന ഞാൻ ആ സമയം എൻ്റെ ഡാഡിയുടെ മമ്മിയുടെയും കൂടെ പോകും. നീ അടങ്ങ എൻ്റെ സുനിതേ. ഇവിടെ ആരെവിടെ പോകണമെന്ന് ഞാനാണ് തീരുമാനിക്കുന്നത്. ഏട്ടാ, കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂവിന് വിട്ട് എന്തായി? ശരിയായോ? ഓ അതൊന്നും അല്ല, അവർക്ക് ഈ കൊച്ചു പിള്ളേരായതുകൊണ്ട് പോരാത്തതിന് സാലറി നല്ല കുറവാണ്. ഏട്ടാ ശമ്പളം കുറവാ എന്താ ഏട്ടാ? ജോലി ഇല്ലാതിരിക്കുന്നതിനെക്കാട്ടി ഭേദമല്ലേ ഏട്ടാ ചെറിയ സാലറിക്കെങ്കിലും പോകുന്നത്? എടാ ആ ഒരു ശമ്പളം വെച്ചിട്ടൊക്കെ എങ്ങനെയാടാ ഞാൻ ലോൺ അടയ്ക്കുകയും കൊച്ചിൻ്റെ പഠിത്തമൊക്കെ നടക്കുന്നത്? ഏട്ടാ കൊച്ചിനെ CBSE മറ്റേ പോലെ സർക്കാർ സ്കൂളിലും ചേർക്കണം എന്നാണ് അവളും പറയുന്നത്. നീ ഈ പെണ്ണുപിള്ളേരെ വാക്ക് മാത്രമേ കേൾക്കുള്ളൂ. അതെന്താ അമ്മേ, അവൾ ഈ കുടുംബത്തിലുള്ളതല്ലേ, അവളുടെ വാക്കിൻ്റെ വിലയില്ലേ, അവൾക്കും സംസാരിക്കാം. നീ വെറുതെ ദേഷ്യപ്പെടണ്ട. ഞാൻ ഫിനാൻസിലിട്ടൊരു ഓട്ടോ വാങ്ങിക്കാം. പിന്നെ മോളുടെ സ്കൂൾ വാനിൽ ഓട്ടിക്കാൻ ഡ്രൈവർ ആവശ്യമുണ്ട്. അപ്പോൾ അത് മതിയാവും. ഏട്ടനത് എന്ത് ഭാവിച്ചാ ഏട്ടാ? മനുഷ്യനെ നാണം കെടുത്താനാണോ? നിങ്ങൾക്ക് നാണോ മാനമൊന്നും ഇല്ലേ? ഓട്ടോ ഓടിക്കാൻ പോകുന്നത്ര എന്തുവാടാ ഓട്ടോ ഓടിക്കുന്ന അത്ര മോശം ജോലിയാണോ? എത്രയോ പേര് ഓട്ടോ ഓടിച്ച് കുടുംബം പുലർത്തുന്നത്. എൻ്റെ പൊന്നു ചേട്ടാ, എൻ്റെ ഒരുപാട് കൂട്ടർ ആ സ്കൂളിൽ പഠിപ്പിക്കുന്നത് എന്നെ നാണം കെടുത്തല്ലേ? അതിനെന്താടാ കുഴപ്പം? അമ്മയ്ക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. എൻ്റെ സ്റ്റാറ്റസിന് ഇതൊക്കെ ഭയങ്കര മോശം അമ്മേ. സുനിതയുടെ വീട്ടുകാരറിഞ്ഞാൽ ഞാൻ എങ്ങനെ അവരെ മൂത്ത് നോക്കും? അങ്ങനെ എല്ലാവരെയും തൃപ്തിപ്പെടുത്തി ജോലിക്ക് പോകാൻ പറ്റുള്ളൂ. നീ ഒരു കാര്യം ചെയ്യ്, നിന്റെ സ്റ്റാറ്റസിന് പറ്റിയൊരു ജോലി എനിക്ക് വാങ്ങിച്ചാ. ഓ കൊള്ളാം. ഇനി ചെലവിനും തരണം, ഞാൻ നിങ്ങൾക്ക് ജോലി ഉണ്ടാക്കി തരണോ? എന്താ ദീപു നീ അങ്ങനെ പറഞ്ഞേ? എല്ലാ മാസവും വീട്ടു സാധനങ്ങൾ മൊത്തം വാങ്ങിക്കുന്നത് ഏട്ടനല്ലേ? ഓ ഏട്ടത്തി ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ കരുതി വല്ല ജോലിക്കും പോയി കാണൂ. എടാ മോനെ, നിനക്ക് ജോലി ഇല്ലായിരുന്ന സമയത്തും നീ ഗവൺമെൻറ് ജോലി കിട്ടുന്നതിന് മുന്നേ നിൻ്റെ എല്ലാ ചിലവും ഞാനാണ് നോക്കിയിരുന്നത്. അന്ന് നിൻ്റെ പോക്കറ്റ് മണിക്കുള്ള പൈസ തന്നിരുന്നതേ നിൻ്റെ ഈ ചേട്ടത്തിയാണ്, അതും അമ്മ അറിയാതെ. അതിനിപ്പോൾ എന്താ ഏട്ടാ? ഏട്ടനാ കാശ് ഇപ്പോൾ തിരിച്ചു വേണോ? ഞാൻ തിരിച്ചു തരാം, എത്രയെന്ന് പറഞ്ഞാൽ മതി. പിന്നെ എൻ്റെ വീട്ടിൽ താമസിച്ചുകൊണ്ട് ഓട്ടോ ഓടിക്കാനും വാൻ ഓടിക്കാനും പോകാൻ പറ്റില്ല ഏട്ടാ. നിൻ്റെ വീടാ? മനസ്സിലായില്ലേ? നാട്ടു നടപ്പനുസരിച്ച് ഇളയമോനാണല്ലോ വീട്. നാട്ടു നടപ്പൊക്കെ അവിടെ നിൽക്കട്ടെ. ഇതേ 4 മുറി ഷീറ്റിട്ട വീടായിരുന്നു. ഈ നിലയിൽ എത്തിച്ചത് ഇവൻ്റെ കഷ്ടപ്പാടുകൊണ്ടാ. അവന് വേണമെങ്കിലേ വേറെ വീട് വെച്ച് പോവായിരുന്നു. ഈ വീടും നിന്റെ ജോലിയൊക്കെ കണ്ടിട്ടാണ് ആ സുനിത ഇങ്ങോട്ട് വന്നത്. അല്ലെങ്കിൽ പിന്നെ അമ്മയ്ക്ക് ഏട്ടനെ പറഞ്ഞ അങ്ങ് പൊള്ളുമല്ലോ. എൻ്റെ ഷെയറിങ് തന്നിട്ട് നിങ്ങൾ ഓട്ടോ ഓടിക്കാനോ തൊഴിലുറപ്പിനോ എവിടെ വെച്ചാൽ പൊയ്ക്കോ. വിഷം വാങ്ങിക്കാൻ പൈസ ഇല്ല, ഇപ്പോഴാണ് ഷെയർ ഉണ്ടാക്കാൻ പോണത്. ദീപു, സംസാരിക്കുന്നതിനൊക്കെ ഒരു മര്യാദ വേണം. ഓ ഞങ്ങൾക്ക് ആരുടെ ഒന്നും വേണ്ട, ഞങ്ങൾ ഇറങ്ങിപ്പോക്കോളാം. ഞാൻ ഗൾഫിലായിരുന്നപ്പോൾ എൻ്റെ കൂട്ടുകാരന്മാർ എന്നോട് പറയും എനിക്ക് എന്തെങ്കിലും തട്ടുകേട് പറ്റിയാൽ എൻ്റെ അനിയൻ കാണും. പക്ഷെ നീ ഇപ്പോൾ ഒരുപാട് മാറിപ്പോയടാ. കൂടുതൽ സെൻറ്റി അടിച്ച് കാര്യം സാധിക്കാൻ നോക്കല്ലേ ഏട്ടാ. ഒരുമാതിരി കുടുംബത്തിൽ സെൻറ്റിമെൻറ്റിന് വലിയ വാല്യൂ ഒന്നും ഇല്ലെന്ന് എനിക്കറിയാടാ. കൈ പൈസ ഇല്ലെങ്കിൽ ഒരു വിലയും കാണില്ല. പണമില്ലാത്തവ എപ്പോഴും പിണമാണല്ലോടാ. നീ ഒരു കാര്യം ചെയ്യും, എനിക്കൊരു ദിവസത്തെ സമയം തോ, ഞാൻ എന്തെങ്കിലും തീരുമാനം ഉണ്ടാക്കാം. കഴിച്ചിട്ട് പോകുമോനെ? വേണ്ടപ്പാ, വേണമെന്നുള്ളത് കഴിച്ചോളൂ. അമ്മ ഇരുന്ന് കഴിക്കാമേ. ചുമ്മാ കഴിക്കാം. ദീപു ഇച്ചിരി കൂടി പോണേ. അവൻ്റെ ശാപം നിന്റെ തലയിൽ വീഴാതിരിക്കട്ടെ. ഓ ഞാൻ മേടിച്ചോളാം. ഏട്ടൻ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത്? എന്നാലും ഒരു ദിവസം ഇവിടെ നിന്ന് ഇറങ്ങണമെന്ന് ഏട്ടൻ തന്നെ പറഞ്ഞിട്ടുള്ളതല്ലേ? ശരി, അത് ഇവിടുന്ന് വേറൊരു വീട്ടിലോട്ട് നമ്മൾ സന്തോഷമായിട്ട് പോകുന്നതാണ് പറഞ്ഞത്.
ഇതിപ്പോൾ അങ്ങനെയാണോ? അവ ഇറക്കി വിട്ട പോലെ ആയില്ലേ? എടി, എൻ്റെ തോളിൽ കിടന്ന് വളർന്ന ചെറുക്കനാണ് ഇപ്പം എന്നോട് ഇങ്ങനെ സംസാരിച്ചത്. പണം ഉള്ളിടത്തെ സ്നേഹബന്ധുക്കളും ഉണ്ടാവും. എൻ്റെ കാര്യം കണ്ടില്ലേ, ഏട്ടൻ തിരിച്ചു വന്നതിന് ശേഷം അച്ഛനും വേണ്ട, അമ്മയ്ക്കും വേണ്ട, അനിയത്തിക്കും വേണ്ട. അവരെ കുറ്റം പറയാൻ പറ്റത്തില്ലടി. ഇനി എന്നെ കൊണ്ട് ആർക്കും ആവശ്യമൊന്നുമില്ലല്ലോ. ഇനി എങ്ങാനും അവർ വിളിച്ച് നമ്മൾ പൈസ വെച്ചാലോ? അച്ഛ, കുഞ്ഞമ്മ പറഞ്ഞതുപോലെ എന്നെ സ്കൂൾ മാറ്റുമോ? ഇല്ല മോളെ, അച്ഛൻ എത്ര കഷ്ടപ്പെട്ടാലും മോളെ ആ സ്കൂളിൽ തന്നെ പഠിപ്പിക്കും. ഏട്ടൻ ഇനി എന്ത് പോകുമ്പോഴാണ് കണ്ടേക്കുന്നത്? ഇവിടെ നിന്ന് ഇറങ്ങിയ നമ്മൾ ഇങ്ങോട്ട് പോകും. എനിക്കൊരു പിടിയില്ല. അമ്മേ, അമ്മേ, എന്താ മോനെ? ഏട്ടൻ എവിടെ അമ്മേ? ഇന്നൊരു തീരുമാനം പറയാന്ന് പറഞ്ഞ് പോയതല്ലേ, എന്തേലും പറഞ്ഞോ? എന്നോടൊന്നും പറഞ്ഞില്ല. ഈ ജോലി ഇല്ലാത്ത സമയത്ത് അവ എവിടെ നിന്ന് എടുത്ത് തരാനാ? നീ എന്നെ പറ. രാവിലെ രണ്ടുപേരും കൂടെ ഒരുങ്ങിക്കെട്ടി പോകുന്നുണ്ട്. ഇനി വല്ല വാടക വീട് നോക്കാനോ പറ്റാണോ? അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യ്, നീ ഈ വീടെടുത്തിട്ട് അവന് പൈസ കൊടു. അവ അതുകൊണ്ട് എന്തെങ്കിലും പോയി ചെയ്യട്ടെ. കൊടുക്കാം. ഈ വീട് വെച്ച മൊത്തം പൈസ വേണമെന്ന് പറയരുത്. മാന്യമായിട്ടുള്ളൊരു കാശ് ഞാൻ കൊടുക്കാം. ചേട്ടാ, വാടകയ്ക്ക് വീട് നോക്കാൻ പറ്റും. എന്തായി, കിട്ടിയോ? വാടക വീട്? ഞാനെന്തിനാ വാടക വീട് വെക്കുന്നത്? പിന്നെ ജീവിതകാലം ഫുള്ള് ചേട്ടാ ഇവിടെ താമസിക്കാന്നാണ് വിചാരം. അത് നടക്കില്ല ചേട്ടാ, നടക്കില്ല. ഗായത്രി, നീ ഇതിങ്ങടുത്ത്. എന്താ ഇത്? നീ തുറന്നു നോക്ക്. നീ ചോദിച്ചതിൻ്റെ ഷെയറിൻ്റെ അഡ്വാൻസ് ആയത് 5 ലക്ഷം രൂപ. ബാക്കി ഈ വീടിൻ്റെ സ്ഥലത്തിൻ്റെയും മതിപ്പ് വില എന്താന്ന് വെച്ചാൽ നീ പറഞ്ഞാൽ മതി. രജിസ്ട്രേഷൻ സമയത്ത് ബാക്കി പൈസ ഞാൻ നിനക്ക് തരാം. അല്ല, അതെങ്ങനെ ശരിയാവും? അതെന്താ ശരിയാവാത്തത്? ഇവനല്ലേ ഷെയർ വേണമെന്ന് പറഞ്ഞത്. ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കി എൻ്റെ വീട് സ്ഥലം ആർക്കും കൊടുക്കാൻ എനിക്ക് സൗകര്യമില്ല. കണ്ടോ അമ്മേ, അപ്പൊ ഇത്രയും നാള് ജോലിയില്ല, പൈസ ഇല്ലെന്നൊക്കെ പറഞ്ഞത് വെറുതെയാണ്. ഈ വീട് സ്വന്തമാക്കാൻ അടവരുന്നതല്ല. സുനിതേ, നീ നിർത്ത. എവിടുന്നാ മോനെ ഇത്രയും പൈസ? അമ്മ, എൻ്റെ ഒരു പ്രവാസി സുഹൃത്ത് എനിക്ക് തന്നെ സഹായിച്ചതാണ്. എന്നെ പോലത്തെ പ്രവാസികൾ രാത്രിയും പകലും കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ മുഴുവൻ നാട്ടിൽ വന്നു കഴിയുമ്പോൾ ഒരു ഉപയോഗം ഇല്ലാതാവും. എനിക്കും ആ ഒരു അവസ്ഥ ഉണ്ടാവില്ലെന്നും പറഞ്ഞാൽ ഇതെനിക്ക് അവൻ തന്നത്. ഇനിയിപ്പോ ഇത് തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ വീട് തന്നെ വിൽക്കേണ്ടി വരില്ലേ? അല്ലാതെ പിന്നെ ചാടിക്കേറി ഹീറോയിസം കാണിക്കുന്നവർക്കൊക്കെ ഇത് തന്നെ അവസ്ഥ. എന്തായാലും അതിൻ്റെ ആവശ്യമില്ല. എൻ്റെ സുഹൃത്തുക്കൾ എനിക്ക് അവിടെ ഒരു ജോലി ശരിയാക്കിയിട്ടുണ്ട്. ഞാൻ അടുത്ത മാസം കയറിപ്പോകും. പിന്നെ ഇത് കഴിഞ്ഞ് ബാക്കിയുള്ള പൈസ എത്രയാണെന്ന് വെച്ചാൽ രജിസ്ട്രേഷന് മുമ്പ് ഞാൻ തന്നു തീർക്കും. അത് കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താവും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകണം എന്ന് നീ പറഞ്ഞ പോലെ ഞാൻ പറയത്തില്ല. ഗായത്രിയെ കൊണ്ട് നിങ്ങൾ പറയിപ്പിക്കരുത്. ഓ